പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം തൻ്റെ ജീവനായ വേദയെ കാണാത്തത് കൊണ്ട് തന്നെ ആകെ തളർന്നു പോയിരിക്കുകയാണ്. കരഞ്ഞു തളർന്ന് ആ ക്ഷേത്ര നടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് അവൻ. പിന്നീട് വിക്രം പതിയെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വേദയെ അന്വേഷിച്ച് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ വിക്രം ആകെ പതറി നിൽക്കുകയാണ്. വിക്രം പരിഭ്രമത്തോടെ ചുറ്റും നോക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ ഒരരികിൽ വേദയുടെ ഷോള് കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ടതും വിക്രം അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അത് കയ്യിലേക്കെടുത്തു. എന്നിട്ട് അവിടെ നിന്നവരോടൊക്കെ ആകെ ആകുലനായി വിക്രം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വേദയെ കണ്ടോ എന്ന്. ഈ ഷോൾ അവൾ ധരിച്ചിരുന്നതാണ്. ഈ നിറത്തിലുള്ള ഡ്രസ്സാണ് അവൾ ഇട്ടിരുന്നത്. പറയൂ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് അവൻ കെഞ്ചിച്ചുകൊണ്ട് ചോദിക്കാണ്. പക്ഷേ അവർ വിക്രത്തെ നോക്കിയിട്ട് ഇല്ല, ഞങ്ങൾ കണ്ടില്ല എന്ന് മറുപടി നൽകി. ആ സമയത്താണ് ഒരു മുത്തശ്ശൻ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നത്. മോനെ, ഇതേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടി കുറച്ച് ആളുകൾ ചേർന്ന് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ കുട്ടി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? പ്രായമായ എനിക്ക് അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് ആ മുത്തശ്ശൻ സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ വിക്രം ആ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മുത്തശ്ശ, അവളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്ന്. എനിക്കവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കവളെ ഉപേക്ഷിക്കാനാവില്ല മുത്തശ്ശ. വിക്രം നിറ കണ്ണുകളോടെയാണ് ഇതൊക്കെ പറയുന്നത്. അന്നേരം മുത്തശ്ശൻ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ദേ മോനെ, ആ വഴിയിലേക്കാണ് അവർ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയത്. ഒരു വെള്ള നിറത്തിലുള്ള കാറിലാണ് അവർ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ വിക്രം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് എടുത്തുകൊണ്ട് തന്നെ ഒന്നും ആലോചിക്കാതെ പാഞ്ഞു പോവാണ്. പോകുന്ന വഴിയിലെല്ലാം തന്നെ വിക്രത്തിൻ്റെ മനസ്സ് വേദയുടെ മുഖം മാത്രമായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ തൻ്റെ ശത്രുക്കൾ തന്നെയാണെന്ന് വിക്രം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കിയവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് വിക്രം മനസ്സിൽ കണക്ക് കൂട്ടി. വിക്രം തൻ്റെ കഴുത്തിലെ മാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടോ യാത്ര തുടരുന്നത്. പെട്ടെന്ന് ആ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളക്കാർ വിക്രം കാണാനിടയായി. അതായിരിക്കുമോ എന്ന് വിക്രം സംശയിച്ചു. അങ്ങനെ പതിയെ അവർ ആ ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് നീക്കി. വിക്രത്തിൻ്റെ മനസ്സിൽ ആ നിമിഷം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വ്രതം തെറ്റിക്കാൻ പാടില്ല. ആരെയും അടിച്ചോ ഉപദ്രവിച്ചോ വേദയെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ഭഗവാൻ തന്നെ തുണക്കണമെന്നും വിക്രം മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. ബൈക്കിൽ നിന്നും ഇറങ്ങി ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് വിക്രം നോക്കി. ആ കാറിനെ ലക്ഷ്യമാക്കി പോയ വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വേദ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പതിയെ വിക്രം അകത്തേക്ക് കയറി. പെട്ടെന്നാണ് വേദയുടെ ഒച്ച കേൾക്കുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് കേട്ടപ്പോൾ, എന്നെ ഒന്ന് വെറുതെ വിട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വിക്രത്തിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ വിക്രം മെല്ലെ നടന്നു. ജനലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ചുറ്റും കുറച്ചു ഗുണ്ടകളും കൂടെ MLA വാസവനെയും വിക്രം കണ്ടു. അവിടെ കൈകാലുകളൊക്കെ കെട്ടിയിട്ട് കരയുന്ന വേദയെ കണ്ടപ്പോൾ വിക്രത്തിൻ്റെ ഹൃദയം തകരുന്ന വേദനയായിരുന്നു. വാസവൻ വേദയോട് ആക്രോശിക്കുന്നത് വിക്രം കേൾക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് നീയും കൂടി എൻ്റെ മകനെ ചതിക്കാൻ നോക്കുകയാണല്ലേ? നിന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ എൻ്റെ മകനെ നീ കരുവാക്കി. നിന്റെ ഭർത്താവിനെ പൊക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവൻ മാലയിട്ടിരിക്കുന്ന സ്വാമിയല്ലേ? എന്തായാലും നിന്നെ കാണാതായാൽ അവൻ ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചങ്ങ് തീർക്കാമല്ലോ. അതിനു വേണ്ടി തന്നെയാടി ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ പൊക്കിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയാണ് വാസവൻ. ഇനി അവന് രക്ഷയില്ല. ഭാഗ്യം കൊണ്ട് അവൻ ഇതുവരെ അങ്ങ് സുഖിച്ച് ജീവിച്ചു. ഇനി അത് നടക്കില്ല. അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ. അവൻ്റെ വ്രതം പോകുന്നത് എനിക്കൊന്ന് കാണണം. അന്നേരം വേദക്ക് സങ്കടം വരികയാണ്. വേദ പറയുന്നത്, നിങ്ങൾ വിക്രത്തിനെ ഒന്നും ചെയ്യരുത്. ഞാനും വിക്രവും ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. എല്ലാവരെയും ഒന്നിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇതെല്ലാം വിക്രം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വാസവൻ പരിഹാസത്തോടെ പറഞ്ഞു, നിന്റെ അടവൊക്കെ നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഈ വാസവനെ പറ്റിക്കാനൊന്നും നീ നോക്കണ്ട. നീയും നിന്റെ ഭർത്താവും ഇന്ന് എൻ്റെ ഈ പയ്യന്മാരുടെ കൈയും കൊണ്ട് ചാവാനുള്ളതാണ്. വേദ വിട്ടുകൊടുക്കാതെ പറഞ്ഞു, എൻ്റെ വിക്രത്തിനെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. അദ്ദേഹം സ്വാമിയാണ്. സ്വാമിയെ തൊട്ടാൽ ഭഗവാൻ നോക്കിയിരിക്കില്ല. വ്രതം തെറ്റിക്കാതെ ഭക്തിയോടെ നടക്കുന്ന എൻ്റെ വിക്രത്തിനെ നിങ്ങൾക്കൊരിക്കലും സ്പർശിക്കാനാവില്ല എന്നൊക്കെ പറയാണ് വേദ. വേദയുടെ ആ അവസ്ഥയും അവളുടെ കരച്ചിലും പേടിയും കണ്ടപ്പോൾ വിക്രമിൻ്റെ ഉള്ളം തകർന്നു. തൻ്റെ വ്രതം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനാവില്ലെന്ന ബോധം വിക്രമിൻ്റെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് വിക്രമിൻ്റെ കാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലങ്ങ് തട്ടി. അതൊരു വലിയ ശബ്ദമായി മാറി. വാസവൻ ഞെട്ടിത്തെറിച്ചു നോക്കി. ഗുണ്ടകളോട് പറഞ്ഞു, എന്താ അവിടെ ഒരു ശബ്ദം? പോയി നോക്ക്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. മിക്കവാറും അവളുടെ ഭർത്താവ് തന്നെ ആയിരിക്കും. ഗുണ്ടകൾ പോയി നോക്കിയെങ്കിലും വിക്രത്തിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വാസവൻ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ വിക്രം വേദയുടെ അരികിലേക്ക് ഓടിയെത്തി. വിക്രമിനെ കണ്ടതും വേദയുടെ കണ്ണുകൾ പറഞ്ഞറിയിക്കാനാവാത്ത അത്രത്തോളം സന്തോഷവും ഒപ്പം ഭയവും നിറഞ്ഞു നിന്നു. വേദ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അവൾ നിങ്ങളെ തീർച്ചയായിട്ടും തല്ലിച്ചതക്കും.
അവർക്കൊന്നും തന്നെ ചെയ്യാൻ മടിയില്ല. എവിടെ നിന്ന് പോകൂ, എന്നെ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾക്കൊന്നും സംഭവിക്കരുത്, പോകൂ, ഞാനല്ലേ ഈ പറയുന്നത്, നിങ്ങളുടെ വ്രതം ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. വേദയുടെ വാക്ക് കേട്ട് വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിക്രം പറഞ്ഞു, നിന്നെ ഈ അവസ്ഥയിലാക്കി പോവാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല വേദ. എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിന്നെയും കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയട്ടെ വിക്രം. അന്നേരം വാസവനും കൂട്ടരും കൈയടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നു. ആ ഒച്ച കേട്ട് വിക്രമും വേദിയും ഒരുപോലെ തന്നെ ഭയപ്പെട്ടു പോയി. വാസവൻ പറയുന്നത്, ആഹാ നീ വന്നോ, ഞങ്ങൾ കാണാതെ ഇവളെ രക്ഷിച്ചു കൊണ്ടുപോവാമെന്ന് കരുതിയോ? അതൊന്നും നടക്കില്ല വിക്രം. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാനൊന്നുമല്ല, രണ്ടെണ്ണത്തിനെയും ഒന്നിച്ചെന്ന് അവസാനിപ്പിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവളെയും രക്ഷിച്ച് നീ അങ്ങ് കൊണ്ടുപോയിക്കോ. ഈ ഗുണ്ടകളെയൊക്കെ തല്ലി തോൽപ്പിച്ച് കൊണ്ടുപോവാൻ നിനക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു കാഴ്ചക്കാരനെ പോലെ ഇവിടെ ഇരിക്കാമെന്നൊക്കെ പറയട്ടോ വാസവൻ. ഇത് കേട്ട് വിക്രം ദേഷ്യത്തോട് ചോദിച്ചു, എന്താടാ വാസവ നിനക്ക് വേണ്ടത്? ഞാനും വേദിയും നിന്റെ മകനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനെ തല്ലിയത് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. പക്ഷേ അവൻ ഇന്ന് പഴയ വരുണൊന്നുമല്ല, അവൻ മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങളും അവനൊപ്പം തന്നെ നിന്നത്. വാസവൻ പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ ഭാര്യയും പറഞ്ഞത്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ ഞാനൊരു പൊട്ടനൊന്നുമല്ല. ഈ ഗുണ്ടകളെ തല്ലി തോൽപ്പിച്ച് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ നോക്ക് നീ വേഗം. എന്നിട്ട് ഗുണ്ടകളോട് പറഞ്ഞു, അവനെയല്ല ആ പെണ്ണിനെ രണ്ടടി അങ്ങ് കൊടുക്ക്, അത് കണ്ട് അവനൊന്ന് പിടയട്ടെ. വിക്രം നിലവിളിച്ചു, വേണ്ട, അവളെ തൊടരുത്, ഞാൻ സമ്മതിക്കില്ല. ഉടനെ തന്നെ ഗുണ്ടകൾ വേദയുടെ തലയിൽ അങ്ങ് പിടിച്ചു വലിച്ചപ്പോൾ വിക്രം ആകെ കയ്യങ്ങ് തട്ടി മാറ്റി. വേദക്ക് നേരെ വരുന്ന ഓരോ ആക്രമണവും വിക്രം തടഞ്ഞു. ഇത് കണ്ട് വാസവൻ രസിച്ചു നിൽക്കുകയാണ്. വേദ പൊട്ടിക്കരഞ്ഞു. വാസവൻ ആജ്ഞാപിച്ചു, നിർത്ത്, ഇനി അവനെ തല്ലിച്ചതച്ചോളൂ. വാസവന്റെ ഗുണ്ടകൾ വിക്രമിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. കയ്യിലും കാലിലും മുഖത്തും അവർ ചവിട്ടുകയും ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ വിക്രമിനെ അങ്ങ് തറയിലിട്ടു. വേദ ആ ദയനീയമായ കാഴ്ച കണ്ട് ആകെ തകർന്നു പോയിരുന്നു. വിക്രം വേദയെ നോക്കി പറഞ്ഞു, നീ പേടിക്കേണ്ട വേദ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അന്നേരം വിക്രം ബോധരഹിതനായി മാറി. വേദ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ വിക്രമിനെ രക്ഷിക്കണേ ഭഗവാനെ. വാസവൻ പറഞ്ഞു, അവനെ ഇവിടെ കെട്ടിയിട്, ബോധം വരുമ്പോൾ നമുക്ക് അവനെ അങ്ങ് കൊല്ലാം. വാസവൻ തൻ്റെ പ്രതികാരം തീർത്ത സന്തോഷത്തിൽ സമാധാനത്തോടെ അവിടെ ഇരുന്നു. ഇതേ സമയത്തിന് ക്ഷേത്രത്തിൽ നിന്ന് വേദയെ കാണാതായ വിവരം കമല പത്മത്തെ വിളിച്ചറിയിച്ചു. പത്മം ആകെ ഭയന്നുപോയി. എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. ശ്രീകാന്തിനും ശ്രീനിവാസനും ഇത് മനസ്സിലായി. ശ്രീകാന്ത് ദീപ്തിയെ കുറ്റപ്പെടുത്തി. എല്ലാത്തിനും കാരണം ഇവളാണ്, ഇവളുടെ പ്രേമമാണ്. വാസവനായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിലെ എന്ന് എനിക്ക് ഉറപ്പാണ്. അവനെ എന്ത് ചെയ്താലും വേദക്കൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല, ശങ്കരനാരായണൻ പറഞ്ഞു. വേഗം പോലീസിൽ പരാതിപ്പെടണം, കമ്മീഷണറെ വിളിക്കണം. ശ്രീകാന്ത് പുറത്തേക്ക് പോയി. എല്ലാവരും ദീപ്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ശ്രീകാന്ത് വാസവനെ വിളിച്ച് ചോദിച്ചു, സാറേ, സാറാണോ എൻ്റെ അനിയത്തിയെ കൊണ്ടുപോയത്? അവളെ എനിക്ക് വിട്ടുതരണം. പക്ഷേ വാസവൻ അത് നിഷേധിച്ചു. തനിക്കിതിലൊന്നും പങ്കില്ല എന്ന് അയാൾ കള്ളം പറഞ്ഞു. ഇത് വിശ്വസിച്ച് ശ്രീകാന്ത് വീട്ടിൽ വന്നു പറഞ്ഞു, ഇതെല്ലാം ആ വിക്രമിൻ്റെ തന്നെ കളിയായിരിക്കും, വാസവനൊന്നുമല്ല അത് ചെയ്തത്. ശങ്കരനാരായണൻ ഇത് കേട്ട് ഭയന്നുപോയി. ദീപ്തി പറഞ്ഞു, വിക്രം ചേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ദേഷ്യം വന്ന ശ്രീകാന്ത് ദീപ്തിയെ അടിച്ചു. ദീപ്തി കരഞ്ഞുകൊണ്ട് വരുണിനെ വിളിച്ച് വിവരം പറഞ്ഞു. വരുൺ പറഞ്ഞു, എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. ഒരാളോട് പക തോന്നിക്കഴിഞ്ഞാൽ പ്രതികാരം വീട്ടാൻ വേണ്ടി അച്ഛൻ ഏതറ്റം വരെയും പോവും. താൻ പേടിക്കേണ്ട ദീപ്തി, അച്ഛനെ ഞാൻ വിളിക്കാം. വരുൺ വാസവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ അച്ഛൻ ഇനി ഒരിക്കലും എന്നെ കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടെ വരുൺ. മകൻ്റെ വാക്കുകൾ കേട്ട് ഭയന്ന വാസവൻ വിക്രത്തെയും വേഗതയും ഗുണ്ടകളെ ഏൽപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയം തന്നെ ഗുണ്ടകൾ മദ്യലഹരിയിൽ അവിടെ ഇരിക്കുകയാണ്. ബോധമില്ലാതെ കിടക്കുന്ന വിക്രമിനെ വേദ കരഞ്ഞുകൊണ്ട് തന്നെ ഉണർത്താൻ ശ്രമിച്ചു. വിക്രം, എഴുന്നേൽക്ക്, നമുക്ക് രക്ഷപ്പെടണം. ഇവിടെ ആരുമില്ല. വിക്രം എഴുന്നേൽക്ക്, ഞാനല്ലേ ഈ വിളിക്കുന്നത്. ഭഗവാൻ പ്രാർത്ഥന കേട്ടതുപോലെ വിക്രം പെട്ടെന്ന് കണ്ണു തുറന്നു. വേദയെ കണ്ടതും വിക്രം സന്തോഷത്തോടുകൂടി എഴുന്നേറ്റു. വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ടതിനെ വിക്രം ചോദിച്ചു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? വേദ പറഞ്ഞു, എല്ലാം എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ അനുഭവിച്ചത്. നമുക്ക് രക്ഷപ്പെടണം വിക്രം. പുറത്ത് ഗുണ്ടകളുണ്ട്, പിന്നിലൂടെ നമുക്ക് ഇവിടെ നിന്നും ഓടാം. വിക്രം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വേദയുടെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി. ആരും കാണാതെ അവർ പതിയെ ആ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങി. മുന്നിൽ കണ്ട ചെറിയ വഴിയിലൂടെ വിക്രം വേദയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഏതാണ് സ്ഥലം എന്ന് പോലും അറിയാതെ ആ കൊടും കാട്ടിലൂടെ വിക്രമും വേദയും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. വിക്രത്തിന്റെ ദേഹമാസകലം ഗുണ്ടകളുടെ മർദ്ദനമേറ്റ പാടുകളാണ്. ഓരോ ചുവട് വെക്കുമ്പോഴും ശരീരം നീറുന്നുണ്ട് എങ്കിലും വേദയുടെ കൈകളിലെ പിടി അവൻ വിട്ടിരുന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്നും ഗുണ്ടകളുടെ ആക്രോശവും ടോർച്ച് വെളിച്ചവും അവർ കണ്ടു. ബോധം വന്ന ഗുണ്ടകൾ തങ്ങൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ് ഇനി രക്ഷയില്ലെന്നും വേദക്ക് തോന്നി. വിക്രം, എനിക്ക് വയ്യ, നിങ്ങളെങ്കിലും രക്ഷപ്പെടൂ, എൻ്റെ കാലുകളൊക്കെ തളരുന്നു എന്നും പറഞ്ഞ് വേദ തളർന്നിരുന്നു. എന്നാൽ വിക്രം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മരിക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ മരിക്കും വേദ. ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു.
അവർ എത്തിപ്പെട്ടത് ഒരു വലിയ കൊക്കയുടെ അരികിലേക്കായിരുന്നു. മുന്നിൽ അഗാധമായ താഴ്ച, പിന്നിൽ ആയുധങ്ങളുമായി വരുന്ന ഗുണ്ടകൾ. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ അവർ പരസ്പരം നോക്കി. ആ നിമിഷം ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടി വന്നു. വലിയൊരു മഴ പെയ്യാനും തുടങ്ങി. ആ മഴയുടെ മറവിൽ അവർ ഒരു പാറക്കടിയിലേക്ക് ഉള്ളിലേക്ക് പതുങ്ങിയിരുന്നു. ഗുണ്ടകൾ അവർക്ക് തൊട്ടരികിൽ എത്തിയെങ്കിലും മഴ കാരണം ആ കാഴ്ച മങ്ങി. കാൽപ്പാടുകൾ മാഞ്ഞു പോവുകയും ചെയ്തു. ഒടുവിൽ അവർ രക്ഷപ്പെട്ടെന്ന് കരുതി ഗുണ്ടകൾ തിരികെ പോയി. ആ രാത്രി പാറയിടുക്കിൽ മഴ നനഞ്ഞ് വിറച്ചു നിൽക്കുമ്പോൾ വേദ വിക്രമിന്റെ മുകളിൽ തന്റെ ഷോള് കീറി കെട്ടിക്കൊടുത്തു. അവരുടെ സ്നേഹത്തിനു മുന്നിൽ ആ കാടിന്റെ ഭീകരത പോലും വഴിമാറിയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അവൾ ചെറിയൊരു ഗ്രാമത്തിലേക്കെത്തി. അവിടെയുള്ള ഒരു വൃദ്ധ ദമ്പതികൾ അവർക്ക് അഭയം നൽകി. അതേസമയം വരുൺ വീട്ടിലെത്തിയ തന്റെ അച്ഛൻ വാസവനെ ആകെ വിറപ്പിച്ചു. അച്ഛൻ പിടിച്ചു കൊണ്ടുപോയത് എൻ്റെ ജീവനെയാണ്. വേദക്കും വിക്രം ചേട്ടനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം തന്നെ ഞാൻ മരിക്കും. അരുൺ തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ വാസവൻ ശരിക്കും ഭയന്നു. തൻ്റെ മകൻ്റെ ജീവനാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ വാസവൻ ഗുണ്ടകളെ വിളിച്ച് അവരെ ഉപദ്രവിക്കരുത് എന്ന് കർശനമായി തന്നെ ഉത്തരവിട്ടു. ഒടുവിൽ വരുണും പോലീസുകാരും ചേർന്ന് വിക്രത്തെയും വേഗതയും ആ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തി. വിക്രം തൻ്റെ വ്രതം മുറിയാതെ തന്നെ വേദയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. പത്മവും ശങ്കരനാരായണനും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു. വാസവൻ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വരുണിനോടും വിക്രമിനോടും ക്ഷമ ചോദിച്ചു. എല്ലാ ശത്രുതയും അവസാനിപ്പിച്ച് സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവിടെ തുടക്കമായി. വേദയുടെയും വിക്രമിൻ്റെയും ആത്മബന്ധം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കൂടുതൽ തന്നെ കരുത്താർജിച്ചു. ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് അവർ വീണ്ടും ക്ഷേത്രത്തിലേക്ക് നന്ദി പറയാൻ പോകുന്നതോടുകൂടിയാണ് കേട്ടോ ഈ ഒരു രംഗം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.